കോട്ട ഫാബ്രിക്കിലെ ഹാൻഡ് എംബ്രോയ്ഡറി എന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നല്ലൊരു ബേജും ഗ്രീനും ബ്ലൂ കളർ കോമ്പിനേഷനാണ് എംബ്രോയ്ഡറി ഇതിൽ വന്നേക്കുന്നത്. ഇതൊരു പൗഡർ ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ഒരു കളർ വന്നേക്കുന്നത് ഈ സൽവാറിൻ്റെ. ഇതിൻ്റെ ഒരു കോട്ടൺ ബോട്ടവും സെയിം നമുക്ക് കോട്ട ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. അതിലും ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ഫുൾ ചെയ്തേക്കുന്നത്. ഇതെല്ലാം നല്ല പേസ്റ്റൽ ടോണിലാണ് വരുന്നത്. ലൈറ്റ് ഒരു ഗ്രീൻ ടോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഓഫ് വൈറ്റ് കളർ വരുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ വന്നേക്കുന്നത് പിങ്ക് ടോൺ ആണ്. അപ്പോൾ ഈ ഒരു 4 കളേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാം. നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി വരുമ്പോൾ നല്ല രസമാണ്. ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ എംബ്രോയ്ഡറി വരുന്നത്. നല്ല രസമാണ് ഈ ഒരു ടോപ്പ് പാറ്റേൺ. ഫുൾ ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്, ഹാൻഡ് എംബ്രോയ്ഡറി. ദുപ്പട്ടയിലേക്ക് നമുക്ക് ശരിക്കും കോട്ട ഫാബ്രിക്കാണ്. നല്ല പറന്ന് നിൽക്കുന്ന ടൈപ്പല്ല, ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് കോട്ട ഫാബ്രിക്കാണ്. ഇതിലും ഫുൾ എംബ്രോയ്ഡറി വന്നിട്ട് ദാമനിലേക്ക് നമുക്കൊരു സിക്സാക് ഡിസൈനിൽ ഹാൻഡ് എംബ്രോയ്ഡറി കാന്താ സ്റ്റിച്ചും സ്വീക്വൻസ് വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. എൻഡിൽ ടാസിൽസ് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് ലൈറ്റ് ഗ്രീൻ ടോണിലാണ് വരുന്നത്. ദുപ്പട്ടയ്ക്കും ടോപ്പിനും നമുക്ക് 2.5 മീറ്ററാണ് ലെങ്ത് വന്നേക്കുന്നത്. ക്രീം കളറിലാണ് നമുക്ക് ഈ ഒരു സൽവാർ സെറ്റ് വരുന്നത്. എൻ്റെ എംബ്രോയ്ഡറിയിൽ ഓരോന്നിനും ഓരോ കളറാട്ടോ. ഇതിലിപ്പോൾ നമുക്ക് വരുമ്പോഴത്തേക്ക് ലൈറ്റ് ഒരു പീച്ചും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ബോട്ടം നമുക്കൊരു യെലോയിഷ് ക്രീം കളറിലാണ് വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു ബേബി പിങ്ക് ടോണിലാണ് ഈ ഒരു സൽവാർ സെറ്റ് വരുന്നത്.